ഓപ്പറേഷൻ ബേബി റെസ്ക്യൂ. ഡിഗ്രി പരീക്ഷയുടെ ചൂടൊക്കെ കഴിഞ്ഞ് ഒരു മസാലദോശയുടെ ചൂടൻ ഓർമ്മകളുമായി മൂന്നുറ്റ സുഹൃത്തുക്കൾ സൈക്കിൾ അച്ചു, പഫ്സ് കുഞ്ചു, തമാശക്കാരൻ ടോണി ഒരുമിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഈ വെക്കേഷന് നമുക്കൊരു കിടിലൻ ട്രിപ്പ് പോകണം, ജീവിതം എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം, ടോണി എപ്പോഴും പറയും. ഇത്തവണ ഊട്ടിയിലേക്ക് ഒരു വണ്ടി പിടിക്കാൻ അവർ തീരുമാനിച്ചു. യാത്രക്കിടയിൽ അവരുടെ ചിരിയും തമാശകളും കൊണ്ട് ബസ് തന്നെ ഇളകിമറിഞ്ഞു. ഊട്ടിയിലെ തണുപ്പും കോടമഞ്ഞും ആസ്വദിച്ച് നടക്കുമ്പോഴാണ് ഒരു വിചിത്രമായ കാഴ്ച അവർ കണ്ടത്. ആളൊഴിഞ്ഞ ഒരിടത്ത് ഒരു ചെറിയ ബാസ്ക്കറ്റ്. ഇതിപ്പോ ആരാ ഇവിടെ പഫ്സ് ഉപേക്ഷിച്ചത്? കുഞ്ചു സംശയിച്ചു. ബാസ്ക്കറ്റിനടുത്തെത്തിയപ്പോൾ അതിൽ നിന്ന് ഒരു നേർത്ത കരച്ചിൽ. അവർ ഞെട്ടി. ബാസ്ക്കറ്റിനുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞല്ല, ഒരു 10 മാസം പ്രായം തോന്നിക്കുന്ന പിഞ്ചുകുഞ്ഞ്. എന്റെ ദൈവമേ, ഇത് കൊച്ചിനെ ഉപേക്ഷിച്ചതാണോ? അച്ചുവിന്റെ നെഞ്ചിടിപ്പ് കൂടി. കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അവർക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചെറിയ ലോക്കറ്റ് കണ്ടു. അത് ഏതോ വലിയ കുടുംബത്തിന്റെ ചിഹ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കാൻ അവർ തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞു. ആ കുഞ്ഞ് രാജ്യത്തെ തന്നെ പ്രമുഖ വ്യവസായിയായ മിസ്റ്റർ നായരുടെ പേരക്കുട്ടിയാണെന്നും വലിയൊരു തുക മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയതാണെന്നും അവർ അറിഞ്ഞു. നമ്മളൊരു ട്രിപ്പടിക്കാൻ വന്നതാ, ഇപ്പോ കുറ്റാന്വേഷകരായല്ലോ, ടോണി പതിയെ പറഞ്ഞു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. അച്ചുവിനും കുഞ്ചുവിനും ടോണിക്കും ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സുവന്നില്ല. അവർ ആ കുഞ്ഞിനെ ചുണ്ടൻ എന്നു പേരിട്ടു. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് തങ്ങളുടെ താമസസ്ഥലത്തേക്ക് മടങ്ങി. അന്ന് രാത്രി ചുണ്ടൻ ചിരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ എന്തോ ഒരു വെളിച്ചം വന്നു. ഈ കേസ് നമ്മൾ തന്നെ തെളിയിക്കണം. പിറ്റേന്ന് രാവിലെ അവർ ഒരു ഡിറ്റക്റ്റീവ് സിനിമയിലെ നായകന്മാരെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങി. കുഞ്ഞിന്റെ ലോക്കറ്റ് വീണ്ടും പരിശോധിച്ചു. അതിൽ ഒരു ചെറിയ കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെന്തോ വലിയ സംഭവമാണല്ലോ. അച്ചുവിന്റെ ബുദ്ധി ഉണർന്നു. അവർ ഇന്റർനെറ്റിൽ ആ കോഡ് തിരഞ്ഞു. അത് ഒരു പ്രത്യേകതരം എൻക്രിപ്റ്റഡ് സന്ദേശമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ സന്ദേശം ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പരും ഒരു സ്ഥലത്തിന്റെ പേരും ഉണ്ടായിരുന്നു. ഇത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടവരുടെ അക്കൗണ്ടാണ്. കുഞ്ചുവിന് കാര്യം പിടികിട്ടി. സ്ഥലപ്പേര് നോക്കിയപ്പോൾ അത് കൊടൈക്കനാലിലെ ഒരു പഴയ ബംഗ്ലാവായിരുന്നു. അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ആരെങ്കിലും പിടിച്ചോണ്ടുപോയാലോ? ടോണിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ചുണ്ടനെ രക്ഷിക്കാനുള്ള വാശിയില് അവർ ധൈര്യം സംഭരിച്ചു. പോലീസിനെ അറിയിക്കാതെ അവർ സ്വന്തമായി ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു സിനിമയിൽ കണ്ടതുപോലെ ടോണി ഒരു ടാക്സി ഡ്രൈവറായി വേഷം മാറി. അച്ചുവും കുഞ്ചുവും ടൂറിസ്റ്റുകളായി ബംഗ്ലാവിനടുത്തേക്ക് പോയി. ബംഗ്ലാവ് ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു. അവർക്ക് കുറച്ച് ഭയം തോന്നി. എങ്കിലും ചുണ്ടനെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം അവരെ മുന്നോട്ടു നയിച്ചു. ബംഗ്ലാവിന്റെ പിന്നിലൂടെ അവർ അകത്ത് കടന്നു. അകത്ത് മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഘത്തെ അവർ കണ്ടു. അവർ മിസ്റ്റർ നായരുടെ കുടുംബത്തിലെ ഒരാളാണെന്ന് സംസാരിക്കുന്നത് കേട്ടു. ആഹാ, ഇത് കുടുംബക്കാരന്റെ പണിയായിരുന്നല്ലേ, ടോണി പതിയെ പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അവർക്ക് തെറ്റുപറ്റി. അവരുടെ കാലിൽ തട്ടി ഒരു പൂച്ചക്കുപ്പായം താഴെ വീണു. സംഘത്തിലുള്ളവർ ശബ്ദം കേട്ട് തിരിഞ്ഞുനോക്കി. ആരാടാ അത്? ഒരു വലിയ മനുഷ്യൻ അലറി. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അച്ചു, കുഞ്ചു, ടോണി എന്നിവർ അവിടുന്നോടി. എങ്ങനെയാ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? കുഞ്ചുവിന് പേടിയായി. അപ്പോഴാണ് അച്ചുവിന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. നമ്മൾ തിരിഞ്ഞോടാൻ പാടില്ല, അവരെ നേരിടണം. അവർ ഒരു പൊന്തക്കാട്ടിലൊളിച്ചു. സംഘാംഗങ്ങൾ അവരെ തിരഞ്ഞു നടന്നു. ഇവന്മാരെ കിട്ടിയാൽ ഞാൻ കൊല്ലും, അതിലൊരാൾ അലറി. ടോണിക്ക് ചിരി വന്നു. അവനൊരു കല്ലെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് സംഘം ഓട്ടി. ആ സമയം കൊണ്ട് അവർ ബംഗ്ലാവിനകത്തെത്തി. മോചനദ്രവ്യത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ പേപ്പറുകൾ അവർക്ക് കിട്ടി. അതിൽ കുഞ്ഞിന്റെ അമ്മാവൻ രാകേഷ് ആണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് വ്യക്തമായി. അവർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് മിന്നൽ വേഗത്തിൽ ബംഗ്ലാവിലെത്തി സംഘത്തെയും രാകേഷിനെയും അറസ്റ്റ് ചെയ്തു. ചുണ്ടനെ മിസ്റ്റർ നായർക്ക് കൈമാറി. എന്റെ പേരക്കുട്ടിയെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല, മിസ്റ്റർ നായർ സന്തോഷത്തോടെ പറഞ്ഞു. ഈ കുടുംബത്തിലെ ചതിയനെ പുറത്തുകൊണ്ടുവന്നതും നിങ്ങൾ കാരണമാണ്. തങ്ങളുടെ കുട്ടിയെ രക്ഷിച്ചതിനും കുടുംബത്തിലെ ചതി പുറത്തുകൊണ്ടുവന്നതിനും പകരമായി മിസ്റ്റർ നായർ അവർക്കൊരു വലിയ വിരുന്നും യൂറോപ്പിലേക്കൊരു അടിപൊളി ട്രിപ്പുമൊരുക്കി. അച്ചു, കുഞ്ചു, ടോണി എന്നിവർ ചിരിയോടെ പരസ്പരം നോക്കി. ഈ ട്രിപ്പ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചു, ടോണി ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ഇതൊരു ബേബി റെസ്ക്യൂ ഓപ്പറേഷനായിരുന്നല്ലേ? കുഞ്ചു തമാശയായി ചോദിച്ചു. അവർ 3 പേരും സന്തോഷത്തോടെ യൂറോപ്പിലേക്കുള്ള വിമാനത്തിൽ കയറി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സസ്പെൻസും ത്രില്ലിങ്ങും കോമഡിയുമെല്ലാം ചേർന്ന ആ ട്രിപ്പ് ഒരു ഹാപ്പി എൻഡിങ്ങിൽ അവസാനിച്ചു.